ഇക്കാലത്ത് നിന്റെ പ്രത്യേകമായ സാന്നിധ്യവും വചനത്തിന്റെ പ്രത്യേക വിരുന്നും വിശേഷ ഭക്ഷണവും നൽകി ഞങ്ങളുടെ കാലഘട്ടത്തെ പരിപോഷിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഈ ആരാധന നിമിഷം മുഴുവനും ആരെല്ലാം ഓൺലൈനില് എപ്പോഴെല്ലാം ആരാധന കൂടുന്നുവോ അവിടെ കണ്ണുനീരും ഇപ്പോൾ ഞങ്ങള് ആരാധനയില് അമ്മയുടെ മാധ്യസ്ഥത്തില് സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ ആരാധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ ഉണർവോടെ ആയിരിക്കാൻ അധരങ്ങൾക്ക് അഭിഷേകം നൽകണമേ. പ്രാർത്ഥിക്കുമ്പോഴേ തീ കത്തുകയും സ്വർഗമുണരുകയും ആത്മാഭിഷേകത്താൽ നിറയുകയും ചെയ്യുന്ന സഭയെ അങ്ങ് പടുത്തുയർത്തണമേ. പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലങ്ങളിലെല്ലാം എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ കേട്ട സാക്ഷ്യങ്ങളിലൂടെ അങ്ങയുടെ മഹിമ കുടികൊള്ളുന്ന ഉടമ്പടി പേടകത്തിന്റെ കുടികൊള്ളുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അനുഭവങ്ങളായി വിടുതലായി പുറപ്പാടിന്റെ പുസ്തകത്തിലെ പോലെ തീത്തൂണായി ഏകസ്തംഭമായി ചെങ്കടൽ പിളർത്തി യോർദാൻ പിളർത്തി അനുഭവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദാന നാട് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചരിത്രത്തിലൂടെ ഇന്ന് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന. സ്തുതിക്കട്ടെ. നമ്മൾ ദൈവതിരുസന്നിധിയിൽ ആയിരിക്കുകയാണ്. ദൈവത്താൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹം. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളിലെ ആത്മാവിൻ്റെ കൂടെ അമ്മയുടെ കരഗ്രഹിച്ചുകൊണ്ട് അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളുടെ കരുതലും കാവലും ഒക്കെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുതല് കാലങ്ങളായി അങ്ങ് കാത്തു നിൽക്കുന്ന നിന്റെ സംരക്ഷണം, നിന്റെ സ്നേഹം, നിന്റെ പരിപാലന എല്ലാം ഗ്രഹിക്കുവാൻ സന്തോഷിക്കുവാൻ ആരാധിക്കുവാൻ അഭിഷേകം നൽകണമേ. രോഗമുള്ള ഇടത്തെല്ലാം കൈകളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കഴുത്തിനും തോളിനും ഒക്കെ മുഴകളുള്ളവർ അവിടെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആരാധനയുടെ തീമഴ പെയ്യുന്ന സമയത്താണ് കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കുന്നത്. എവിടെയെല്ലാം രോഗങ്ങളുണ്ടോ, ഉദരാശയത്തിലെ രോഗങ്ങൾ, ഗർഭാശയത്തിലെ രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, അണ്ടാശയത്തിലെ സിസ്റ്റ് രോഗങ്ങൾ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പൊക്കിളിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കരൾ രോഗികൾ നെഞ്ചിന് താഴെ കൈവച്ചുകൊണ്ട് ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ, ട്രാൻസ്പ്ലാന്റ് രോഗികൾ, അതുപോലെ തന്നെയുള്ള സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ എല്ലാം കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രഷർ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ.
മറാത്ത തലവേദനയുള്ളവർ, ഉറക്കമില്ലാത്തവരൊക്കെ ശിരസിൽ കൈവച്ചൊരു പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. രക്തസാക്ഷിയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഓരോ മകന്റെ പേരും മകളുടെ പേരും കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ അണിപ്പെടുത്താവുന്ന വലതുകരം, അത്ഭുതകരം, അടയാളം കാണിക്കുന്ന കരം, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം കർത്താവേ, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം, കടലിന്റെ മീതെ കാറ്റിന്റെ മേൽ ഉയർത്തിയ കരങ്ങളെല്ലാം കർത്താവേ ഇപ്പോൾ ഉയരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഒരു വഴി കാണുന്നില്ല. മനസ്സിലെ ഭാരം, ജീവിതത്തെ തടസ്സം, എങ്ങോട്ട് പോണമെന്നറിയത്തില്ല. അകപ്പാടെ കുഴങ്ങി മറഞ്ഞ് കർത്താവ് വിഷമിച്ച് അങ്ങയുടെ ദരിദ്രസ്ഥ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ശത്രുക്കളുടെ കർത്താവെ ഈ ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലെ പോകാൻ പറയുന്ന കർത്താവിന്റെ സ്വരങ്ങൾ കർത്താവ് ഇപ്പോൾ അഭിഷേക സ്വരം കർത്താവ്, ഈ അഭിഷേക നിമിഷം കർത്താവ് അങ്ങയുടെ മക്കൾക്ക് അടഞ്ഞുപോയ വാതിൽ തുറക്കുകയും കർത്താവ് തുറന്ന വാതില് അടക്കേണ്ട വാതിലുകൾ അടഞ്ഞു തന്നെ പോകാൻ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കണ്ണത്തിലൂടെ ശ്രുതികട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ മരുയാത്ര, ഈ മരുഭൂമിയിലെ യാത്രയാണ്, തണലില്ലാത്ത യാത്രയാണ്, തണൽ മരങ്ങൾ വെട്ടി വീഴ്ത്തപ്പെട്ട യാത്രയാണ്, നടക്കുന്ന തറ പൊള്ളുന്ന യാത്രയാണ്, വെയിലുരുക്കി വീഴുന്ന യാത്രയാണ്, മുരിഞ്ഞു തീരുന്ന യാത്രയാണ്. അപ്പോഴൊക്കെ വിശ്വാസി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ്? നിൻ്റെ കൃപ മതി എനിക്ക്. അത് ആഴമാർന്നൊരു എന്ന് നീ ചോദിക്കുന്നുവോ, അപ്പോൾ നിനക്ക് അഭിഷേകം ലഭിച്ചിരിക്കും. കാരണം കൃപ എന്ന് പറയണത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നീ എത്തേണ്ട സ്ഥലം എത്തണം വരെ നിനക്ക് വേണ്ട വ്യയാധിക്യവും യാത്രാഭക്ഷണം കർത്താവിൻ്റെ കൃപയാണ്. അത് വട്ട് എവർ മേ ബി ദ കണ്ടീഷൻ യു ആർ അണ്ടർ ഗോയിങ്, നീ എന്ത് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നീ വിചാരിക്കും അത് തന്നെ ഇപ്പം നടന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് വിചാരിക്കും. പക്ഷെ കർത്താവ് പറയും നീ ചാകത്തില്ല, നീ സർവൈവ് ചെയ്യുമെന്ന് പറയും. ഒരു വ്യക്തിയെ സർവൈവ് ചെയ്യിക്കുന്നത്, അതിജീവിപ്പിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. കൈയടിച്ച് കർത്താവ് ഈ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇറ്റ്സ് എ ഡിവൈൻ സൊല്യൂഷൻ. ബട്ട് മേ ബി ദ കണ്ടീഷൻ, നിൻ്റെ കണ്ടീഷൻ തന്നെയാണ്. രോഗമാകാം, പീഡയാകാം, സാമ്പത്തിക കടമാകാം, ജപ്തി നടപടിയാകാം, എന്ത് കണ്ടീഷനുമാകാം. ഇതിനെല്ലാം ആകെത്തുഴകയായിട്ട് സിംഗിൾ ആൻഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മളുണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം നടത്തി തന്ന പേരാണ്. എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇത് എന്നൊരു വിശ്വാസി അതിന് അന്തർധാരകളെ മനസ്സിലാക്കുന്നുവോ അന്നാണ് നമുക്ക് അഭിഷേകം ലഭിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ലഭിക്കാം. ഒന്ന് അനുഗ്രഹം, ദാറ്റ് മേ ബി യൂസ് ആൻഡ് ഗോ. അത് അനുഗ്രഹം എന്ത് ഞങ്ങൾക്ക് ലഭിച്ചാലും അത് നമ്മൾ ഡിസ്പോസിബിളാണ്. എല്ലാ ബ്ലെസ്സിങ്സ് അല്ല. അനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന താൽക്കാലിക സന്തോഷം അങ്ങ് നിലനിൽക്കണമെന്നില്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ നിലനിന്നാലും അതിൻ്റെ ആന്തരിക സന്തോഷം നിലനിൽക്കണമെന്നില്ല. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദി ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. അതാണ് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷേ അഭിഷേകം അങ്ങനെയല്ല. അഭിഷേകം നിനക്ക് നൽകപ്പെട്ടാൽ അത് നൽകപ്പെടുന്നത് നിൻ്റെ ശരീരത്തിനല്ല, നിൻ്റെ ആത്മാവിനാണ്. അത് അങ്ങ് നിലനിൽക്കാം. എൻഡ്യൂറിങ് ആണ്. An anointing is enduring. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിലനിൽക്കുന്ന അഭിഷേകത്താൽ, സുവിശേഷം പറയുന്ന പുതിയ അഭിഷേകത്താൽ അങ്ങയുടെ ദാസനെയും ദാസിയെയും പ്രഭാതത്തിൽ അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മയിൽ നിറഞ്ഞു വിളങ്ങിയ
ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിറയാൻ വേണ്ടി ഇപ്പോൾ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ അമ്മയുടെ മാധ്യസ്ഥത്തില് പ്രസാദിച്ചുകൊണ്ട് അപ്പാ ദൈവപിതാവേ, കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ തിരുമുറിവിന്റെ പീഡാനുഭവങ്ങളുടെ തിരുമരണത്തിന്റെ ശക്തിയായ കൃപ ഞങ്ങളുടെ കൊഴുകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവേർഷൻ ആൻഡ് അട്രാക്ഷൻ രണ്ട് തരത്തിലാണ് കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴുള്ള സിറ്റുവേഷൻസാണ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. പരീക്ഷ ടെൻഷനാകാം, റിസൾട്ട് വരാൻ പോകുന്ന ടെൻഷനാകാം, അല്ലെങ്കിൽ ബാങ്കുകാരൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള വിരട്ടലിനുകൊണ്ട് ടെൻഷനാകാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടതിൻ്റെ ടെൻഷനാകാം. എല്ലാ ടെൻഷൻ. ഈ ടെൻഷൻ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാം. ഒന്ന്, ഇതിനെ നമുക്ക് അവേർഷനോടുകൂടി ഇതിനെ സമീപിക്കാം. ഇതിനെ ഒരു എടുത്തു മാറ്റപ്പെടേണ്ട നമുക്ക് വെറുക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എടുക്കാം. പക്ഷെ അത് അപ്പോൾ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ അത് ദൈവം എടുത്ത് മാറ്റുമ്പോൾ അത് ബ്ലെസ്സിങ്സായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ദൈവാംശമായിട്ട് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിനക്കതിൻ്റെ അഭിഷേകമാണ് ലഭിക്കണമെങ്കിൽ അത് ദൈവാംശമായി നിലനിൽക്കും. ദൈവത്തിന് എപ്പോഴും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഷേകം വന്നായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ധൈര്യമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 രജിത എലിസബത്ത് വർഗീസിൻ്റെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ മണർകാട് പള്ളിയിലെ ഒരു യാക്കോബ സഹോദരിയാണ്. അവരുടെ സാക്ഷ്യം എന്നല്ലേ, അവരുടെ സാക്ഷ്യം അവരുടെ മകളുടെ ഇവർ നാട്ടിലില്ല. അപ്പം മകളാണ് നാട്ടിലുള്ളത്. അവളുടെ വിദ്യാഭ്യാസം അത്രയ്ക്ക് ശരിയാകണില്ല. അപ്പോൾ അമ്മ ഒരു കൊല്ലം മുമ്പ് അവർക്ക് 46 വയസ്സുണ്ടായിരുന്ന കാലത്ത്, കഴിഞ്ഞ കൊല്ലം, ഇപ്പോൾ അവർക്ക് 47 വയസ്സായി. 46 വയസ്സുണ്ടായിരുന്ന കാലത്ത് അവർ 18 വർഷത്തോളവും ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 18 വർഷത്തോളം വീട്ടിൽ തന്നെ താമസിച്ച്. വെച്ചാൽ അവരൊരിടത്തും വിടത്തില്ലായിരുന്നു, അവർക്കൊരിടത്തും പോകാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ പ്രൊഫഷൻ അങ്ങ് കൊലച്ച് മുരണ്ടുപോയി. വല്ലാത്തൊരവസ്ഥയാണ്. 18 വർഷം എന്നൊക്കെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഡെഡ് ബോഡി പോലെ പോകും. അമ്മ ഇതെന്നിട്ട് അതിൽ അവസാനമാണ് ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അപ്പോൾ ഒരു കണക്കിന് ജപമാല ഒന്നും ചെല്ലാത്ത വീടല്ലേ. ആ വീട്ടുകാരെ കെട്ടിച്ച വീട്ടുകാരും അങ്ങനെ ഇതുപോലെയുള്ള ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ദൈവമായിട്ട് ഉള്ള ആൾക്കാരല്ല. അവൾ സാക്ഷ്യത്തെ പറഞ്ഞാണ്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അവളുടെ പഴയ സാക്ഷ്യങ്ങളിലുണ്ട്. എലിസബത്തിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒരു കൊല്ലം മുമ്പൊരു സാക്ഷ്യം അവൾ പറഞ്ഞ് അവസാനിപ്പിക്കണ ഇതാണ്, ഞാൻ വീണ്ടും വരും അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാനെന്നും പറഞ്ഞാണ്. അവരൊക്കെ അതിങ്ങനെ അഭിഷേകം കിട്ടിയ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണത്. അഭിഷേകം കിട്ടിയ ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവളുടെ ശരീരത്തിൽ തന്നെ ഇപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യണത്. അവളുടെ കാലിൽ വല്ലാത്തൊരു തടിപ്പും ഒരു മുഴയും ഒക്കെയാണ്. തടിപ്പ്, അത് പിന്നെ കളർ മാറി നമ്മൾ ക്യാൻസറിൻ്റെ ഒക്കെ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പഴുപ്പണെ പുറത്ത് വന്നുമില്ല, വേദന മാറണമില്ല, കാലിൽ നിന്ന് പാട് മാറുന്നുമില്ല, അതെല്ലാം കല്ല് പോലെ കിടക്കുകയും. അപ്പോൾ ഇവളെ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവൾ തീരുമാനിച്ചതാണ്, മാതാവ് ഇത് സുഖപ്പെടുത്തും, പക്ഷേ അതിനു മുമ്പ് ഞാനിത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കണ്ടേ. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?
ഈ അനുഗ്രഹവും അഭിഷേകവും തമ്മിൽ അനുഭവ തലത്തിൽ ഭയങ്കര വേരിയേഷൻസാണ്. അതിൻ്റെ അഭിഷേകം കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ഐഡിയ നേരത്തെ വരും. അങ്ങനെയാണ് ഉത്കണ്ഠ പോകണത്. വെറുതെ ഉത്കണ്ഠ പോകത്തില്ല, വെറുതെ നിരാശ പോകത്തില്ല. അത് ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മാവ് നമുക്ക് നേരത്തെ ഒരു ഇൻറ്റിമേഷൻ തരും. അപ്പോൾ ഇൻറ്റിമേഷൻ മാതാവ് എടുത്ത് മാറ്റാനും പോകുന്നു എന്ന് അവർക്ക് ഇൻറ്റിമേഷൻ കിട്ടി. അപ്പോൾ അത് ആദ്യം ചെയ്ത നടപടി എന്താണ്? അമ്മ എടുത്ത് മാറ്റിയെന്ന് എനിക്ക് നാട്ടുകാരോട് പറയണ്ടേ? അതിനുവേണ്ടി മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും. മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അമ്മേനെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങും ആളിറങ്ങിയിട്ട് ട്രോളി ബാഗും പിടിച്ചിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ശുശ്രൂഷ അത് അങ്ങനെ ഷെഡ്യൂൾഡ് ശുശ്രൂഷ നടക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ചിലർ പറയില്ല അച്ഛനെ കാണണം എന്നൊക്കെ പറയലേ. അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നത് അഭിഷേക ലെവലിലുള്ള ആൾക്കാരല്ല, അനുഗ്രഹ ലെവലിലുള്ള ആൾക്കാരാണ്. അഭിഷേക ലെവലിലുള്ള ആൾക്കാർ അമ്മയെ കാണത്തുള്ളൂ. അവരതാണ് അത് വ്യത്യാസമുണ്ട് ശരിക്കും. അപ്പോഴേ അവർ വന്നിച്ചും പറഞ്ഞ് അമ്മേ കാല് കാണിച്ചിട്ട് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല, കാല് കാണിച്ചിട്ട് പോയി. ഒരു കൊല്ലത്തെ അനുഗ്രഹത്തിന് നന്ദിയും പറഞ്ഞ് കാല് കാണിച്ചിട്ട് പിന്നെ ട്രോളി ബാഗ് എടുത്ത് കാറെ കയറി ആൾ വീട്ടിൽ പോയി. മകളോട് പറഞ്ഞ് അമ്മയെ ഞാൻ കാല് കാണിച്ചിട്ടുണ്ട്, ഇനി ചികിത്സ വേണോ വേണ്ടോയെന്ന് അമ്മയാണ് നിശ്ചയിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാല് നോക്കിയപ്പോൾ ഈ സംഭവമില്ല അവിടെ. അപ്പോൾ ഇതിനാണ് ഈ അഭിഷേകം. ഞാൻ അഭിഷേകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അഭിഷേകം എന്ന് വെച്ചാൽ ഇതൊരു ബന്ധമാണ്. ആദ്യം ഒരു പേഴ്സണൽ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള സാന്നിധ്യ സംവേദനങ്ങൾക്കാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. സാന്നിധ്യം മാത്രമല്ല, ഈ ആന്തരിക സാന്നിധ്യത്തിൽ നിന്ന് സംവേദിപ്പിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംവേദിക്കണമെങ്കിൽ പേഴ്സണൽ റിലേഷൻസ് വേണം. ആ റിലേഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻ ലെവൽ ഭയങ്കര വേറെ ഒരു ലെവലാണ്. കാര്യം അവൾ തീയിൽ നിന്ന് കരിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അമ്മ ഒന്നേം തുടങ്ങി എല്ലാം റീസെറ്റ് ചെയ്തുകൊണ്ട് അമ്മ ആരാണെന്ന് അവൾക്ക് നല്ല ശരിക്കറിയാം. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ മകൾ അവളോട് ഒമാനിൽ വെച്ച് പറയും അമ്മ ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് പറയും. അപ്പം ഇവളുടെ പഠിത്തത്തിന് അത്രയ്ക്ക് മെച്ചമല്ല, ഇപ്പോഴേ ഇവളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ താനും. അപ്പം മകളുടെ +1 എന്തോ ഹോൾ ടിക്കറ്റാണ്, 10ാം ക്ലാസ്സിൽ ഹോൾ ടിക്കറ്റാണ്. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഇവൾ മകളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് എന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ലെന്ന് പറയും. അതാണ് ആ ഡയലോഗിൻ്റെ വെട്ടിമുറിച്ചുള്ള പോക്ക് കണ്ടില്ലേ. നീ അതെന്നെ കാണിക്കണ്ട, ഞാൻ നിൻ്റെ അമ്മയല്ല, നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്ന ഒരാളുണ്ട്, അയാളാണ് നിൻ്റെ അമ്മ, അവരെ കാണിക്കാൻ പറയും. ഇതാണ് റിലേഷൻസിൻ്റെ പോക്ക്. ഇതിനാണ് അഭിഷേക നിലവാരം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വ്യക്തിപരമായ അമ്മ ബന്ധത്തിന്റെ അഭിഷേക തലത്തിലേക്ക് ഞങ്ങളെ നീ സ്വകാര്യമായി ഉയർത്തണമേ. പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ നമ്മുടെ മക്കൾക്ക് കൃപ നൽകണമേ എന്ന്